നമസ്കാരം. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്നും മേഖലയിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പ്രതിരോധ മേഖലയും നാവിക വ്യോമസേനകളും തകർക്കപ്പെട്ടതായും ആണവ പദ്ധതികൾ ഇനി ഒരിക്കലും പുനരാരംഭിക്കാൻ കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇതോടൊപ്പം ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി സംബന്ധിച്ച പുതിയ പദ്ധതിയും അദ്ദേഹം പുറത്തുവിട്ടു. ഇനി മുതൽ ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല അവിടെ നിന്നുള്ള എണ്ണയും മറ്റു വിഭവങ്ങളും ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ആവശ്യമെങ്കിൽ ഈ രാജ്യങ്ങളെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകുമെങ്കിലും ഇറാന്റെ ഭീഷണി അവസാനിക്കുന്നതോടെ അതിന്റെ ആവശ്യം വരില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ അമേരിക്കൻ വാദങ്ങളെ ഇറാൻ തള്ളുകയാണ്. യുദ്ധത്തിന് സന്നദ്ധരാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രസ്താവനയ്ക്കിടയിലും മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാനുള്ള നീക്കത്തിലാണ് വൈറ്റ് ഹൗസ്. ഏകദേശം 2500 മറീനുകളെയും 3 അത്യാധുനിക യുദ്ധക്കപ്പലുകളെയും പസഫിക്കിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവും സുരക്ഷാ കൗൺസിൽ തലവനും ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ആയുധ നിർമ്മാണശാലകൾക്കും ആണവ നിലയങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഇറാൻ മിസൈൽ നിർമ്മാണം തുടരുകയാണെന്നും അറിയിച്ചു. മേഖലയിലെ സംഘർഷം ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കാനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. ഗൾഫ് മേഖലയെ ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത്. ട്രംപിന്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഇറാന്റെ വാതകപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ സൗത്ത് പാർസിൽ കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭാവിയിൽ ഗ്യാസ് ഫീൽഡുകളെ ലക്ഷ്യം വെക്കരുതെന്ന് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത്. വാതകപ്പാടങ്ങൾ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രയേലിൻ്റേത് മാത്രമായിരുന്നുവെന്നും ട്രംപിന്റെ ഇടപെടലോടെ ഇത് നിർത്തിവെക്കുകയാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാനും ഖത്തറും സംയുക്തമായി നടത്തുന്ന സൗത്ത് പാർസ് വാതകപ്പാടം ഇറാന്റെ ആഭ്യന്തര ആവശ്യത്തിനുള്ള പ്രകൃതിവാതകത്തിന്റെ 80% നൽകുന്ന കേന്ദ്രമാണ്. ഇസ്രയേൽ ഇവിടെ ആക്രമണം നടത്തിയതോടെ തിരിച്ചടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതോടെ ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിനെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഗൾഫ് സഖ്യകക്ഷികൾ ട്രംപിനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ 20 ദിവസമായി തുടരുന്ന US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിലൂടെ ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തുവെന്ന് നെതന്യാഹുവും അവകാശപ്പെടുന്നു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പ്രതിരോധ മേഖലയും വ്യോമ നാവികസേനകളും തകർന്നതോടെ ലക്ഷ്യം പൂർത്തിയായതായിട്ടാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വിലയിരുത്തൽ. എണ്ണവിലയിലെ വർധനവ് നിയന്ത്രിക്കാനും മേഖലയിലെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇപ്പോൾ ട്രംപ് മുൻഗണന നൽകുന്നത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ അബു മുസ, ഗ്രേറ്റർ ടൺബ് ദ്വീപുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായാൽ UAE-യിലെ തുറമുഖ നഗരമായ റാസൽ ഖൈമയെ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുള്ളതും പ്രായോഗികമായി തെളിയിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളുടെ ഭൂമിക്ക് നേരെയും ദേശീയ പരമാധികാരത്തിന് നേരെയും നടക്കുന്ന ഏതൊരു ആക്രമണത്തിന്റെയും ഉറവിടത്തെ ഞങ്ങൾ ആക്രമിക്കും എന്നാണ് IRGCയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനിടെ ലബനൻ തലസ്ഥാനം ബെയ്റൂട്ടിൽ ആക്രമണം നടത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു. മാർച്ച് 2 മുതൽ ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു ശേഷം കൊല്ലപ്പെട്ട 1000-ലധികം ആളുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ബെയ്റൂട്ടിലെ ജനസാന്ദ്രതയേറിയ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ 6 സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ഭീഷണി മുഴക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്.